സദസ്സിലുണ്ടാവും. ആ ഒരു സദസ്സിൽ പോയിട്ട് നിങ്ങൾ ആ ഇസ്ലാം നിയമപ്രകാരം നിങ്ങൾ ഇതിലൊരു അലിഗേഷൻ ഉന്നയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 സാക്ഷികൾ വേണം. ഓക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട്, അതായത് ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് ഇന്ന് വരെ അത്തരത്തിൽ 4 സാക്ഷികളെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു വ്യഭിചാരാരോപണം പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരാളും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് വരെക്കുള്ള കാര്യം പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ എത്രമാത്രം ഒരു ഒരാളുടെ ആത്മാഭിമാനത്തിന് വില കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഒരാളുടെ ഈ ഒരു വ്യഭിചാരാരോപണം കാണുന്നു, ഇയാളുടെ ഇത് കഴിയുമ്പോഴേക്കും അടുത്ത ആളുടെ റിയാക്ഷൻ വീഡിയോ കാണുന്നു, അയാളുടെ ഒപ്പീനിയൻ കാണാൻ വേണ്ടി മറ്റൊരാളുടെ വീഡിയോ കാണുന്നു. ഇതൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. ഓക്കെ. ഏറ്റവും ഗൗരവത്തോടെ കാണുന്നുണ്ട്. വലിയൊരു ഫിത്നയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബൊക്കെ. നമ്മൾ പൈസ കൊടുത്ത് റീചാർജ് ചെയ്ത് കാണുന്നു, എന്നിട്ട് ഈ കാണുന്നത് ഇത്തരത്തിലുള്ള വ്യഭിചാരാരോപണങ്ങളാണെങ്കിൽ ശരിക്കും ബിവെയർ ചെയ്യുക. കാരണം നമ്മൾ ദുനിയാവെന്നൊക്കെ ഇങ്ങോട്ട് കഴിച്ചിലായി പോകും. അതായത് ആഖിറത്തിൽ എത്തുന്ന സമയത്ത് നമ്മൾ അതിനനുഭവിക്കാൻ തന്നെ പോവുകയാണ്. അതായത്